അരവിന്ദ്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ തുർക്കിക്ക് പിന്നാലെ ബംഗ്ലാദേശിനെതിരെയും ഇന്ത്യയുടെ നടപടി എന്നാണല്ലോ. നമുക്കറിയാം ഈ ഇന്ത്യ പാക് വിഷയത്തിൽ ഈ പാകിസ്ഥാനെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ടാണ് തുർക്കിക്ക് വലിയ തരത്തിലുള്ള നിബന്ധനകളൊക്കെ വെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കുമതിയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാനെ പരോക്ഷമായി പിന്തുണച്ച രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, തുർക്കി അടക്കമുള്ളവ. തുർക്കിക്കെതിരെ ചില നിലപാടുകൾ കഴിഞ്ഞ ദിവസം തന്നെ എടുത്തിരുന്നു. തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ റദ്ദാക്കുന്നതായി IIT ബോംബെ, ജാമിയ, അതുപോലെ തന്നെ വിവിധ സർവകലാശാലകൾ വ്യക്തമാക്കിയിരുന്നു. അതിലും ബംഗ്ലാദേശിനെതിരെ കൂടി ചില നടപടികൾ ഇന്ത്യ കടുപ്പിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതികൾ ഇന്ത്യ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ ബംഗ്ലാദേശിൽ നിന്ന് തുറമുഖങ്ങൾ വഴി ഇറക്കുമതി ചെയ്യുന്നതിലാണ് ഇപ്പോൾ ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുന്നു. തുർക്കിക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ വിലയിരുത്തലിലും ഇന്ത്യ പോകുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തുർക്കി എയർലൈൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട ചില വിലക്കുകൾ ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. സെലൈബി എയർപോർട്ട് സർവീസസിനാണ് ഇന്ത്യയിൽ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട തുർക്കിഷ് കമ്പനി ഡൽഹി ഹൈക്കോടതിയിലടക്കം സമീപിച്ചിട്ടുണ്ട്. എന്തായാലും തുർക്കിക്കും അതുപോലെ തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുന്നു. നേരത്തെ തുർക്കി അതുപോലെ തന്നെ അസർബൈജാൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ, ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഈ വിനോദസഞ്ചാരം ഈ കമ്പനികളടക്കം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ബംഗ്ലാദേശിനുമെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ്. അമൃത.